ഒന്നാമത്തത് ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതിന് നേരത്തെ തന്നെ ഒരുങ്ങേണ്ടതുണ്ട്. ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കാൻ കഴിവുള്ള ആളുകൾ അതിൽ പങ്കെടുക്കാതെ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന നിലക്കുള്ള ചില ഹദീസുകൾ പോലും നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രവാചകൻ്റെ ഖൗലാണ് എന്ന അഭിപ്രായമുണ്ട്, അല്ല സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കാണ് എന്ന അഭിപ്രായമുണ്ട്. രണ്ടാണെങ്കിലും ശരി, നബിയും സ്വഹാബികളും മുടങ്ങാതെ ചെയ്തിട്ടുള്ള ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നാണ് ബലികർമ്മത്തിൽ പങ്കെടുക്കുക, ഉളുഹിയ്യത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. അന്നേ ദിവസം സാധിക്കുന്ന ആളുകളൊക്കെ ആ നിലക്ക് ഉളുഹിയ്യത്തിൽ പങ്കെടുക്കാനും ചേരാനും വിട്ടുപോകരുത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ബലികർമ്മം ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ ഉരുവിനെ അറുക്കുന്നതുവരെ അവരുടെ മുടിയും നഖവും ഒന്നും നീക്കം ചെയ്യാൻ പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും അത് മറന്നുകൊണ്ട് ബലിപെരുന്നാളല്ലേ, ആ ദിവസം അവർ കുളിക്കുകയും അവരുടെ മുടിയും നഖവുമെല്ലാം വെട്ടി അവർ കൂടുതൽ സൗന്ദര്യമുള്ളവരാകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അറിയുക, ഉളുഹിയ്യത്ത് ഉദ്ദേശിച്ച് അതിന് ഷെയർ കൂടിയ ആളുകൾ, ആ ആളുകൾ തൻ്റെ ഉരുവിനെ അറക്കുന്നത് വരെ, ദുൽഹജ്ജ് 1 മുതൽ തൻ്റെ ഉരുവിനെ അറക്കുന്നത് വരെ അവരുടെ മുടികളോ അവരുടെ നഖമോ ഒന്നും നീക്കം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവർ കുറ്റക്കാരായിത്തീരും. അവർ തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. എന്നാൽ അവരുടെ ഉളുഹിയ്യത്ത് ബാത്തിലാവുകയില്ല. അങ്ങനെ ചെയ്തു പോയി എന്നതുകൊണ്ട് ബലി അറുക്കാതിരിക്കേണ്ടതില്ല. അതവരുടെ ഉളുഹിയ്യത്തിനെ ബാധിക്കുകയില്ല, മറിച്ച് അവർ കുറ്റക്കാരായിത്തീരും. അവർ തൗബ ചെയ്യുകയാണ് വേണ്ടത്. മൂന്നാമത്തത്, അങ്ങനെ തങ്ങളുടെ ബലിമൃഗത്തെ അറുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുടിയും അതേപോലെ തന്നെ നഖവുമൊക്കെ നീക്കം ചെയ്ത് അവർ വൃത്തിയാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അറിയുക, താടി വടിച്ചു കളയുക എന്നുള്ളത് ഇസ്ലാം എല്ലാ സന്ദർഭത്തിലും നിഷിദ്ധമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ താടി ആരും വടിക്കരുത്. അതല്ലാത്ത നിലക്കുള്ള ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള മുടികളോ അതേപോലെ തന്നെ നഖങ്ങളോ നീക്കം ചെയ്യാനുണ്ടെങ്കിൽ, അത് വളർന്നു വലുതായിട്ടുണ്ടെങ്കിൽ അവർ അത് നീക്കം ചെയ്ത് എത്രയും പെട്ടെന്ന് ശുദ്ധിയാവേണ്ടതുണ്ട് തങ്ങളുടെ ബലിമൃഗത്തെ അറുത്തു കഴിഞ്ഞാൽ. അതവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നാലാമത്തത്, അങ്ങനെ ബലി അറുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അല്പം ഭക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അതേപോലെ തന്നെ പാവങ്ങളായ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുകയും വേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലി അറുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാംസം കഴിച്ചുകൊണ്ടായിരുന്നു ആ ദിവസത്തെ ഭക്ഷണം തുടങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ബലി അറുത്ത മൃഗത്തിൽ നിന്ന് ആരാണോ ആ ബലികർമ്മം നിർവഹിച്ചത് അയാൾ ഭക്ഷിക്കുക, അയാളുടെ കുടുംബത്തെ തീറ്റിക്കുക, അതോടൊപ്പം പാവങ്ങളായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇത് രണ്ടും നമ്മൾ ഒരേപോലെ ശ്രദ്ധിക്കേണ്ട ഗൗരവപ്പെട്ട കാര്യമാണ്. അക്കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അഞ്ചാമത്തത്, നന്നായി കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, പുതുവസ്ത്രം ധരിക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ചര്യയായിരുന്നു. പെരുന്നാൾ ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ അവർ കുളിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. സുഗന്ധം ഉപയോഗിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. പെരുന്നാൾ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കൽ, പുതിയ വസ്ത്രം ധരിക്കാൻ കഴിയുന്ന ആളുകൾ പുതിയ വസ്ത്രം തന്നെ ധരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് നന്നായി കുളിക്കാനും നല്ല സുഗന്ധം ഉപയോഗിക്കുവാനും പുതുവസ്ത്രം ധരിക്കുവാനും ശ്രദ്ധിക്കണം. എന്നാൽ സ്ത്രീകൾ, പുറത്തു പോകുന്ന സ്ത്രീകൾ, ഈദ്ഗാഹിലേക്കോ നമസ്കരിക്കാനോ വേണ്ടി പോകുന്ന സ്ത്രീകൾ, അവർ സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ലാത്തതാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ആറാമത്തത്, ധാരാളമായി തക്ബീർ ചൊല്ലണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ യഥാർത്ഥത്തിൽ അറഫ ദിവസം ഫജ്ർ നമസ്കാരത്തിന് ശേഷം, പിന്നീട് അയ്യാമുത്ത് തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസത്തിലെ അസർ നമസ്കാരം വരെ ഈ തക്ബീറുകൾ നമസ്കാര ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ ധാരാളമായി ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് തക്ബീർ ധ്വനികൾ മുഴക്കാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അറഫയുടെ ഫജ്റിന് ശേഷം അത് ആരംഭിക്കുകയും അയ്യാമുത്ത് തശ്രീഖിൻ്റെ ദുൽഹജ്ജ് 13-ൻ്റെ അവസാനത്തിൽ അസർ നമസ്കാരത്തോടു കൂടിയാണ് അത് അവസാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏഴാമത്തത്, സാധിക്കുന്ന ആളുകളൊക്കെ ഈദ് മുസല്ലയിലേക്ക് നടന്നുകൊണ്ട് പോവുക, വാഹനത്തിലല്ല, നടന്നുകൊണ്ട് പോവലാണ് സുന്നത്ത്. പരമാവധി അപ്രകാരം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വിദൂരമായ ഒരുപാട് ദൂരം നടക്കാനുണ്ട് എങ്കിൽ അത്തരം സാഹചര്യത്തിൽ വാഹനത്തിൽ കയറാം, വിരോധമില്ല. അല്ലാത്തവരൊക്കെ നടന്നുകൊണ്ട് ഈദ്ഗാഹിലേക്ക് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പോവലാണ് ഖൈർ. എട്ടാമത്തത്, ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കാരങ്ങൾ പള്ളിക്ക് പുറത്തുള്ള പ്രത്യേകം സജ്ജമാക്കിയ മുസല്ലകളിൽ അഥവാ ഈദ്ഗാഹുകളിലാണ് നമസ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലക്കുള്ള കാരണങ്ങളുണ്ടെങ്കിൽ, വ്യക്തമായ ഉദറുകളുണ്ടെങ്കിൽ അവർക്ക് പള്ളിയിൽ വെച്ച് പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ കാരണവും മറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത സന്ദർഭങ്ങളിൽ ഈദ്ഗാഹുകളാണ് ഖൈർ.
ആ രൂപത്തിൽ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുവാനും മറ്റും ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അതേപോലെ തന്നെ 9-ാമത്തത് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് വളരെ വലിയ ഒരു കാര്യമാണ്. അത് ശക്തമായ സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, അല്ല വാജിബ് തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. വാജിബാണ് എന്നുള്ള നിലക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാണെങ്കിലും ശരി, അതിൽ പങ്കെടുക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ് എന്ന് ആർക്കും സംശയം വേണ്ടതില്ല. എന്നാൽ പെരുന്നാൾ ദിവസത്തിൽ പോലും ആ നമസ്കാരത്തിൽ പങ്കെടുക്കാതെ കറങ്ങാൻ വേണ്ടി പോകുന്നവരും കിടന്നുറങ്ങിക്കളയുന്ന ആളുകളുമെല്ലാം ഉണ്ട് എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിൽ അന്നേ ദിവസം പങ്കെടുക്കുക. 10-ാമത്തത് ആർത്തവകാരികളായ സ്ത്രീകൾ പോലും ഈദ്ഗാഹിലേക്ക് പുറപ്പെടുക. അവർ നമസ്കാരത്തിൽ പങ്കെടുക്കേണ്ടതില്ല. അതല്ലാത്ത ദിക്റുകളിലും തക്ബീറുകളിലും അവർക്ക് പങ്കെടുക്കാം. അവർ ഖുതുബ ശ്രവിക്കാം. ഇമാം നിർവഹിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അവർക്ക് ആമീൻ പറയാം. ആ നിലക്കുള്ള ഒരുപാട് ഖൈറാത്തുകളിൽ അവർക്ക് പങ്കെടുക്കാം. സദഖ ചെയ്യാം. അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആർത്തവകാരികളായ സ്ത്രീകൾ പോലും സാധിക്കുന്നത്ര ഈദ്ഗാഹുകളിൽ പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ നമസ്കാരത്തിൽ നിന്നും അതേപോലെ തന്നെ പള്ളിയുടെ അകത്ത് പ്രവേശിക്കുന്നതിൽ നിന്നും വിട്ടുനിന്നാൽ മതി, മാറി നിന്നാൽ മതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11-ാമത്തത് നമസ്കാര ശേഷം ബലികർമ്മം നിർവഹിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ആ ബലിമാംസത്തിൽ നിന്ന് തന്നെ കഴിക്കുക എന്നതാണ് പ്രവാചകന്റെ ചര്യ. അതുകൊണ്ട് തന്നെ ഈദുൽ അദ്ഹയിൽ നമസ്കാരത്തിന് മുമ്പ് കഴിക്കുക എന്നുള്ളത് സുന്നത്തല്ല, നമസ്കാരത്തിന് ശേഷമാണ് ഭക്ഷണം കഴിക്കേണ്ടത്. എന്നാൽ അത് ബലി അറുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ബാധകമെന്നും ബലി അറുക്കാത്തവരാണെങ്കിൽ അവർക്ക് ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല എന്നുമുള്ള അഭിപ്രായമുണ്ട്. എങ്കിലും പരമാവധി നമസ്കാര ശേഷം ഭക്ഷണം കഴിക്കുക എന്നുള്ള ആ സുന്നത്തിനെ പിന്തുടരലാണ് ഏറ്റവും ഖൈർ എന്ന് മനസ്സിലാക്കുക. 12-ാമത്തത് പെരുന്നാൾ ആശംസകൾ നേരലാണ്. നല്ല നല്ല ആശംസകൾ നേരുന്നതിന് യാതൊരു വിരോധവുമില്ല. അതിൽ സ്വഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടത് അവർ പരസ്പരം പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. കണ്ടാൽ പെരുന്നാൾ ദിവസത്തിൽ കണ്ടാൽ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന്, നിങ്ങളിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന് ഒക്കെ സ്വീകരിക്കട്ടെ എന്നുള്ള നിലക്കുള്ള നല്ല പ്രാർത്ഥനകൾ അവർ നിർവഹിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നല്ല നല്ല ആശംസകൾ, പെരുന്നാൾ ആശംസകൾ, നല്ല നല്ല വാക്കുകൾ, സന്തോഷം നൽകുന്ന ഏതു വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ആശംസകൾ നേരാവുന്നതാണ്. 13-ാമത്തത് സദഖ നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസങ്ങളിൽ പ്രത്യേകമായി സദഖക്ക് പ്രോത്സാഹിപ്പിക്കുകയും സ്ത്രീകളിൽ നിന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം സദഖ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈദ്ഗാഹുകളിലും അതേപോലെയുള്ള സന്ദർഭങ്ങളിലുമൊക്കെ സദഖ പിരിക്കാവുന്നതാണ്. അല്ലാതെ തന്നെ പാവപ്പെട്ട ആളുകൾക്കും മറ്റുമൊക്കെ സദഖ നൽകുവാനും മറ്റും ആ ദിവസം ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ പെരുന്നാൾ ദിവസങ്ങളിൽ സന്തോഷം എന്നുള്ള നിലക്ക് സമ്മാനങ്ങൾ കൈമാറിയാലും വിരോധമൊന്നുമില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. 14-ാമത് ശ്രദ്ധിക്കേണ്ടത് നാം പോകുമ്പോഴും വരുമ്പോഴും വ്യത്യസ്ത വഴി സ്വീകരിക്കലാണ്. അഥവാ ഈദ്ഗാഹിലേക്ക് പോകുന്നത് ഒരു വഴിയിലൂടെയാണെങ്കിൽ തിരിച്ചു വരുന്നത് മറ്റൊരു വഴിയിലൂടെയാവുക. കൂടുതൽ ആളുകൾക്ക് സലാം പറയാനും കൂടുതൽ ആളുകൾക്കിടയിൽ സന്തോഷം പ്രകടിപ്പിക്കുവാനും അതേപോലെ തന്നെ നമ്മൾ നടക്കുന്ന വഴികൾ നമുക്ക് വേണ്ടി പരലോകത്ത് സാക്ഷ്യം പറയുവാനും വഴികളെ വ്യത്യസ്തമാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് പോകുന്നത് ഒരു വഴിയിലൂടെയും തിരിച്ചു വരുന്നത് മറ്റൊരു വഴിയിലൂടെയുമാണെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. 15-ാമത്തത് അങ്ങേയറ്റത്തെ സന്തോഷവും ആഹ്ലാദവും പ്രകടിപ്പിക്കാവുന്നതാണ്. ഇസ്ലാം നിഷിദ്ധമാക്കാത്ത രൂപത്തിലുള്ള സന്തോഷങ്ങളാവാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വെച്ച് ചെറിയ പെൺകുട്ടികൾ കൈകൊട്ടി പാട്ടുപാടിയപ്പോൾ അല്ലെങ്കിൽ ദഫ് മുട്ടി പാട്ടുപാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എല്ലാ സമൂഹത്തിനും പെരുന്നാളുണ്ട്, ഇത് നമ്മുടെ പെരുന്നാളാണ്, കുട്ടികൾ പാടിക്കോട്ടെ. അതുകൊണ്ട് വീടുകളിലുള്ള ചെറിയ ചെറിയ പെൺകുട്ടികൾ അവർ കൂട്ടം ചേർന്ന് പാട്ടുപാടുക, അതേപോലെ തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കാത്ത രൂപത്തിലുള്ള വിനോദങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളത് വിരോധമില്ലാത്ത കാര്യമാണ്. അത് പ്രധാനപ്പെട്ട ഒരു സുന്നത്തുമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ നിലക്ക് ഈ പറയപ്പെട്ട 15ഓളം കാര്യങ്ങൾ ഈദുൽ അദ്ഹയുടെ ദിവസം നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക.